മലയാളികൾ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിയയുടെ പിന്നാലെയാണ് എന്ന് പറയാം. അതിനൊരു കാരണമുണ്ട്. ദിയ കൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഒരു വീഡിയോ വലിയ രീതിയിൽ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു. ദിയ അമ്മേനെക്കുറിച്ച്, അതായത് അശ്വിൻ്റെ അമ്മേനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയിലാണ് ഇത്രയും അധികം വിമർശനങ്ങൾ വന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഫോളോവേഴ്സിനെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ദിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. നമ്മൾ തെറ്റായ ദിശയിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കുമെന്ന് അതിരാവിലെ ജിമ്മിലേക്ക് എത്തിയ സന്ദർഭത്തിലേക്കാണ് ഇപ്പോൾ ദിയ തിരിയുന്നത്. വീട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ജിമ്മിലേക്ക് വരാൻ തോന്നിയതെന്നും അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണെന്നാണ് ദിയ പറയുന്നത്. ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നിരുന്നെങ്കിൽ, നിങ്ങളിതൊന്നും പറയാതിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിതൊന്നും ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനിതിന് മുതിരില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇതിനു വേണ്ടി നിന്നത് അത് അത്രമാത്രം തന്നെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമായി തന്നെ മാറുകയും ചെയ്തു. കുറേയധികം നാളുകളായി തന്നെ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ അത് സംഭവിക്കാതെയായിരുന്നു ഇത്രയും ദിവസം പോയത്. എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കാതെ പോയ ഒരു കാര്യമാണ് നിങ്ങൾ കാരണം സാധിച്ചിരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുകൂടി അവർ പറയുന്നുണ്ട്. ദിയ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലാകുന്നുമുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ദിയ പറയുന്നത് വളരെയധികം സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഓരോ തവണ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്താണ് എന്നാണ് ദിയ ശരിക്കും ചോദിക്കുന്നത്. ദിയ ഉദ്ദേശിക്കുന്നതും എന്താണെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. തെറ്റായ ദിശകൾ നമ്മളെ ശരിയായ കാര്യത്തിലേക്ക് നയിക്കുമെന്ന് ദിയ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട്. പലർക്കും പല അഭിപ്രായമാണ്. ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയും അമ്മ അച്ഛ എന്ന് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അങ്ങനെ വിളിക്കുന്നവരെയും സ്വന്തമായി അമ്മയും അച്ഛനും ഇല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുന്നതുമൊക്കെ വ്യത്യാസമാണ് എന്ന് പറയുന്നു. അതിലൂടെ ദിയ കളിയാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്പീഡിൽ പറഞ്ഞ പരാമർശം ഇത്രയും അധികം ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അച്ഛനും അമ്മയും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകൂ എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇത് പ്രതികരിച്ച് എത്തിയിരിക്കുന്നത്. ദിയയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പല ഇൻഫ്ലുവൻസേഴ്സും വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ച് എത്തിയിരിക്കുന്നത്. ആർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം നിരവധി താരങ്ങൾ ഇത് പറയാതെ പറഞ്ഞുകൊണ്ടും പ്രതികരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മമാർ നമ്മുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നതും, അതുപോലെ അച്ഛനമ്മമാരെ അമ്മ അമ്മ അച്ഛനെന്ന് വിളിച്ചില്ലെങ്കിലും എല്ലാവർക്കും സ്നേഹം നൽകാൻ സാധിക്കണം. നമ്മുടെ അമ്മയും അച്ഛനുമായി കാണാൻ പറ്റണം. നമുക്ക് നമ്മുടെ അമ്മയും അച്ഛൻ തന്നെയാണ് വലുത്, അത് സമ്മതിച്ചു. പക്ഷേ എന്ന് കരുതി ഇതെല്ലാം തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നതും അത്ര നല്ല കാര്യങ്ങളല്ല. ഇതെല്ലാം കൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ദിയയുടെ പല കാര്യങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. ഇതേപറ്റി തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ സംസാരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകരെല്ലാവരും ദിയയുടെ വാക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.